ഈ സ്ഥാപനത്തിൽ. ഇപ്പൊ നമ്മളൊക്കെ നമ്മളെ മോദി സർക്കാരിന്റെ പുതിയ സാമ്പത്തിക തീരുമാനമൊക്കെ വന്നപ്പോ വല്ലാത്ത പ്രതിസന്ധിയിലാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും. പക്ഷെ അയാളെ കുറ്റം പറയാൻ പറ്റൂല. എന്താ സംഗതി? അയാൾ അധികാരത്തിൽ വന്നതിന്റെ പിറ്റേ ദിവസം എല്ലാ പത്രങ്ങളിലും റിപ്പോർട്ടുണ്ടായിരുന്നു. എന്താണ്? രാജ്യത്തെ എല്ലാ ആളുകൾക്കും തൊഴിൽ നൽകും എന്ന് മൂപ്പര് പറഞ്ഞതാണ്. പക്ഷെ ആ തൊഴിൽ ഇങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായി. എല്ലാവരും കൂടി പോകേണ്ട തൊഴിലിലേക്ക്. അപ്പൊ എന്താ നോക്കുമ്പോ മിഞ്ഞാന്നിട്ട് നമ്മളെ നാട്ടില് വയസ്സായ ഒരു വല്യമ്മ മുന്നിലും വല്യപ്പ ബാക്കിലും രണ്ടാളും കൂടി ഇങ്ങനെ വടിയും കുത്തി പോകണണ്ടപ്പോ ഞാൻ തമാശക്ക് ചോദിച്ചു, അല്ല ഇപ്പോഴും ഇതൊന്നും നിർത്താനായിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വല്ല തക്കാരത്തിനും പോകാണ്. അപ്പൊ വല്യമ്മ പറഞ്ഞു, കുട്ടിയെ ഞങ്ങൾ തക്കാരത്തിനല്ലാനെ, ഞങ്ങൾ ബാങ്കിക്ക് പോകാണ്. അപ്പൊ എന്തിനാ രണ്ടാള് പോണു വെച്ചു. ഒരാൾ ടോക്ക് എടുക്കണോടത്ത് നിൽക്കുക, ഒരാൾ കായ് വാങ്ങണോടത്ത് നിൽക്കുക. എന്നാ ഉച്ചയാകുമ്പോഴത്തിനോട് പോരാ എഴുതി പോവുകയാണ്. അപ്പൊ കണ്ടങ്ങള് പ്രധാനമന്ത്രി എല്ലാവർക്കും തൊഴിൽ കൊടുത്തു. അപ്പൊ അടച്ചോ ഈ മുസീബത്ത് എത്രയും വേഗം നീക്കി തരട്ടെ. അള്ളഹാനോട് പറയല്ലാതെ വേറെ യാതൊരു രക്ഷയില്ല. സാംസ്കാരികമായ തകർച്ച ഇതിന് കുറച്ചൊന്നുമല്ല. മറ്റൊന്നാലോചിച്ച്